നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഓൺലൈൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു 8ന്റെ പണി കിട്ടുന്നത്. നമ്മൾ ശരിക്കും വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന്റെ റേറ്റ് അനുസരിച്ചിട്ട് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ഹലോ, എല്ലാവർക്കും DNDJയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ നമ്മുടെ കുഞ്ഞു പാവമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്നവരിൽ തന്നെ ഒത്തിരി പേര് ഇതേപോലെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ വാങ്ങിയിട്ട് ഒരുപാട് ക്ലോത്ത്സ് ഒക്കെ വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിന് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അത് ഭയങ്കര വേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് അതിൻ്റെ ആ ഒരു കളറും നല്ലൊരു പ്രിന്റും ഒക്കെ കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിയത്. നമ്മൾ പിക്കിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് ആണ്. പക്ഷെ അത് ഞാൻ ഇതിൻ്റെ 3.9 റേറ്റിംഗ് ഒക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നല്ല കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിലാണ് ഞാനിത് കുഞ്ഞിനെ ചൂസ് ചെയ്തത്. അപ്പം നമ്മൾ കുട്ടികൾക്കുള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് എപ്പോഴും വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതേപോലെ ഒന്ന് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആകെ അമ്പരന്ന് പോയത്. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ബനിയൻ. ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് കാണാനൊക്കെ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു ടീഷർട്ടിന്റെ കേസ് പറയാനാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല, 300 സംതിങ്ങിനാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്താൽ മതി എന്നൊക്കെ എല്ലാവരും പറയുമായിരിക്കും. പക്ഷെ ഞാൻ ഇതേപോലെ തന്നെ ഒരു 200 റേഞ്ചിന് വേറൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സെയിം ടൈമിൽ തന്നെ. പക്ഷെ അത് നല്ല ക്വാളിറ്റി ആയിരുന്നു. കുഞ്ഞിനൊരു നൈറ്റ് വെയർ ആണ് വാങ്ങിയത്. അതിൻ്റെ പിക്ചറും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അത് നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഇതും വാങ്ങിയത്. പക്ഷെ എന്താ പറയുക, എനിക്ക് ഒട്ടും വേർത്തായിട്ട് തോന്നിയില്ല. അത് ഈ ഒരു ടീഷർട്ടിന് മാത്രമാണെങ്കിൽ നമ്മൾ ഈ 300 സംതിങ് പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ടീഷർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ കണ്ടോ, ഈ ഒരു പ്രിൻ്റൊക്കെ വല്ലാണ്ടായി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഇടുന്ന ഷോർട്സ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഡെനിം, ഒരു ജീൻസിൻ്റെ ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്ത് കേട്ടോ. പക്ഷേ അത് അത്ര പോരാ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വേറെ പിക്ചറും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഇതുകൊണ്ട് ഒറ്റ വാഷിൽ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒരുപാട് ഫെയ്ഡ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഡീപ്പായിട്ടുള്ളൊരു ബ്ലൂ കളറായിരുന്നു കേട്ടോ റിസീവ് ചെയ്ത സമയത്ത്. പക്ഷെ ഇത് നോക്കിക്കേ, ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കളർ ഒരുപാട് ഫെയ്ഡ് ആയിട്ടുണ്ട് ഒത്തിരി. ഇതൊന്ന് ഞാനൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് അതിൽ ഒരുപാട് കളർ ഇളകിപ്പോയി. ഇതിപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് ഞാൻ ഈ ഷോർട്സ് ഒന്ന് മുക്കി വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള വിഷ്വലും കൂടെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാനിത് ശരിക്കും ഒരു റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വാങ്ങിയ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ അൺബോക്സിങ്ങോ അല്ലെങ്കിൽ ഫസ്റ്റ് വാഷ് ചെയ്യുന്നതോ ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് വാഷാണ്. അപ്പം ഈ സെക്കൻഡ് വാഷിൻ്റെ സമയത്ത് തന്നെ ഇത്രയും കളർ ഇളകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാഷിൽ എന്തോരം കളർ ഇളകിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. അത്രയേ ഉള്ളൂ. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ.